യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. अर्जुन सर ഓഹോ, അപ്പൊ നിങ്ങളാണോ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നത്? ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നിട്ട് നീ നമ്മളെ കുറ്റക്കാരാക്കണോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? താനെന്തിനാ വീഡിയോ പിടിക്കുന്നത്? ഓഫ് ചെയ്യടോ. നമുക്ക് ഇനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിലോ? എടോ, താനെന്തോടെ പറയുന്നത്? अयो അർജുൻ വന്നാ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ. ഈ കുടുംബത്തിന്റെ മുഖത്ത് നീ വീണ്ടും കരിവാരി തെച്ചിരിക്ക. എന്റെ ചേച്ചിയുടെ മോളാണെന്നുള്ള സ്ഥാനം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞു. ആന്റി, ഞാൻ അജുവേട്ടന് ഫോണിൽ കിട്ടാത്തതിന്റെ വെപ്രാളത്തിൽ നിൽക്കുക. ആന്റി വഴക്കുണ്ടാക്കാതെ പോയേ. വഴക്കുണ്ടാക്കാതെ പോയെന്നോ? അർജുൻ ഒന്ന് തിരിച്ചു വന്നോട്ടെ. എന്നിട്ടാ നീ കാണാൻ പോകുന്നത് വഴക്കെന്ന് വെച്ചാ എന്താന്ന്? നമ്മുടെ കുടുംബത്തെ അവഹേളിച്ച ആളാ ആ വിശ്വനാഥൻ. അങ്ങേരുമായി ബന്ധമുള്ള ഒരു കാര്യത്തിനും പോകാൻ പാടില്ല എന്ന് തീരുമാനം എടുത്താ. ആ തീരുമാനം ഒരിക്കലും തിരുത്തില്ല. എന്നിട്ട് നീ തെറ്റിച്ചു. അന്നൊരു മാപ്പ് എന്ന് വിട്ടാ നിന്നെ. ഇനി ഈ ഒരു തെറ്റിന് മാപ്പില്ല. ഈശ്വര, ഇത് വലിയ കഷ്ടമായല്ലോ. എനിക്ക് ആന്റിയുടെ മാപ്പ് വേണ്ട. തീർന്നില്ലേ? തീർന്നില്ല. എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അർജുനൻ വന്നോട്ടെ. അജുവേട്ടൻ ഇത് എവിടെയാ?
രാജുവേട്ട ഒന്ന് ഫോൺ എടുക്ക പ്ലീസ്. സർ, ദേ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തൂ. സാർ, ആ എന്താ സാർ? ഞാൻ കാരണം സാർ കുറെ തല്ലുണ്ടല്ലേ? സാർ എന്നെ ശപിക്കരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാറിനെ വിളിക്കില്ലായിരുന്നു. എന്നെ അവര് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെന്ന് കരുതിയേനെ. ഏയ് ഏയ് അവര് തന്നെ തല്ലിനെ കുറിച്ചും വഴക്കിനെ കുറിച്ചൊന്നുമല്ല ഞാൻ ആലോചിക്കുന്നത്. അവര് വേറെന്തോ മനസ്സിൽ കണ്ടതുപോലെ. സത്യത്തിൽ ഞാൻ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തും ധൈര്യത്തോടെ നേരിട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് ഒരു പേടി പോലെ. അയ്യോ സാർ, സാറിന് ഏതെങ്കിലും ആശുപത്രിയിൽ പോകണോ? ഞാൻ കൊണ്ടുപോകാം. ഒന്നും വേണ്ട സ്വാതി, ഒന്ന് കിടക്കണം. പിന്നെ നടന്നൊക്കെ മനസ്സിൽ നിന്ന് മാറണം. അത് മനസ്സിൽ കിടക്കുന്നവരെ എനിക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ജീവിക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല. അയ്യോ സാർ, അങ്ങനെയൊന്നും പറയാതിരിക്കൂ പ്ലീസ്. മറക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. 2 ദിവസം കൊണ്ടൊക്കെ മനസ്സിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇപ്പോഴത്തെ പ്രശ്നം കാരണം സാർ ഈ കേസിൽ നിന്ന് മാറുമോ? എനിക്കൊന്നും അറിയില്ലടോ. എൻ്റെ മനസ്സിലിപ്പോ വേറൊന്നുമില്ല. ആ കെട്ടിടത്തിൽ നടന്ന സംഭവം മാത്രമേ ഉള്ളൂ. കേസിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ സ്വാതിക്ക് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ, അതോ ഞാൻ കൊണ്ടാക്കണോ? അയ്യോ വേണ്ട സാർ, ഞാൻ ഇവിടുന്ന് പൊക്കോളെന്ന് പറയാനാ സാറിനോട് വണ്ടി നിർത്താൻ പറഞ്ഞ. അല്ല, സാറ് നേരെ വീട്ടിലേക്കാണോ ഓഫീസിലേക്കാണോ പോകുന്നത്? എന്താ? അല്ല, ഷർട്ടൊക്കെ കീറിയിരിക്കുന്നു, മുഖത്തൊക്കെ പാടുകളും ഉണ്ട്. അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. സ്വാതി പോയിക്കോ. സാർ, എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സ്വാതി പോയിക്കോളൂ. ഹലോ സാർ, സാറിത് എവിടെയാ? ഞാൻ അങ്ങോട്ട് വിളിച്ചാണല്ലോ. പറയാം. എടോ, താൻ ഉടനെ ആ ആലിന്റെ മൂട്ടിലെത്തണം. ഒരു 10 മിനിറ്റ്. ഇപ്പൊ എത്താ സാർ? എടോ, വരുമ്പോ ഒരു ഷർട്ടും കൂടെ കൊണ്ടുവരണം. ഷർട്ടോ? ഷർട്ട് എന്തിനാ സാർ? അത് വരുമ്പോ പറയാം. താൻ വേഗം വാ. ശരി സാർ. എന്തെങ്കിലും കാര്യം കാണും. സാർ, സാർ, എന്താ സാർ, എന്ത് പറ്റി? താൻ ഷർട്ട് കൊണ്ടുവന്നോ? കൊണ്ടുവന്നു.
എന്താ ഇത്? എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. ആ ഷർട്ടിങ് എന്താ? സാറിന്റെ ഷർട്ട് കയറിയത് എങ്ങനെയാ? മുഖത്ത് തല്ലിന്റെ പാടുണ്ടല്ലോ. എന്താ സംഭവിച്ചെന്ന് പറ സാറേ. സാറ് സത്യം പറ. സാറിനെ ആരാ ഉപദ്രവിച്ചത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്താ നടന്നേന്ന്? ഞാൻ നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാൻ പോവാ. ബഷീറിനെ, അലക്സിനെ, സുരേന്ദ്രനെ ഒക്കെ വിളിക്കാൻ പോവാ. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. സാറ് വിട്ടേര്. ഞങ്ങളങ്ങനെ വിടത്തില്ല. ഞാൻ പറയാൻ ജോർജ് കുട്ടി. സാറ് പറ. ആ സ്വാതിയുടെ കേസില്ലേ, ആ സ്വാതിയെ അപായപ്പെടുത്താൻ ആരൊക്കെയോ ശ്രമിച്ചു. അതറിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവര് കരുതിക്കൂട്ടിയിരുന്ന പോലെ എന്നെ ആക്രമിച്ചു, അപമാനിച്ചു, കൂകി വിളിച്ചു. സാർ വണ്ടി കയറി. ആ വേണ്ട ജോർജ് കുട്ടി, ഞാൻ പറയട്ടെ. സാർ ഒന്നും പറയണ്ട. സാറിനോട് വണ്ടി കയറാനാ പറഞ്ഞു. ജോർജ് കുട്ടി, എനിക്കൊന്നിനും വയ്യ. എനിക്കൊന്ന് കിടക്കണം. ഇന്നത്തേക്ക് ഇനി ഒന്നിനും വയ്യ. പ്ലീസ്. സാറേ, ഇവിടൊക്കെ ചാഞ്ഞിരിക്കുക. സത്യം പറഞ്ഞ സാർ ഇപ്പൊ പോയി തിരിച്ചടിക്കണം. ഏയ് വേണ്ടടോ. സ്നേഹ അന്നേ പറഞ്ഞതാ ഈ കേസ് ഏറ്റെടുക്കണ്ടാവും. ഞാൻ അതിനെ ഓഫീസിൽ കൊണ്ടുവന്നത്. ആ സ്വാതി എന്ത് വിളിച്ചു, അതും അത് പേടിച്ചിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ സാറിനെ കാണേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. ശരി സാറേ, ഞാനിവിടെ വരാം.